അപ്പൊ ഹറാമ് ചെയ്യാതിരിക്കട്ടോ, ഹലാല് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സുന്നത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പൊ മീലാഞ്ചിട്ട് ചുവപ്പിക്കാൻ മാറ്റത്, മീലാഞ്ചിട്ട് ചുവപ്പിക്കൽ സുന്നത്തും മറ്റത് കറുപ്പിക്കൽ ഹറാമുമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വുളുവിനും കുളിക്കും തടസ്സം വരാത്ത വിധത്തിൽ മുടി കറുപ്പിക്കൽ ഭർത്താവിന്റെ അനുമതിയോടെ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുദുമിന്ന എന്നുള്ള ഇസ്ലാമിക് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്നു. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്തെന്നുള്ള ആ ചോദ്യത്തിന്റെ മറുപടി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് പറയുന്നതിന്റെ മുമ്പ് ഒരു കാര്യം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോടും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി അമർത്തി ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്, കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവരോടാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, പിന്നെ കമന്റ് ഷെയർ ഒക്കെ ചെയ്യട്ടോ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ അതിന്റെ ഇസ്ലാമിക വിധി എന്താന്ന് നോക്കിയൊക്കെ. നരച്ച മുടി കറുപ്പിക്കൽ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അനുവദനീയമുള്ളൂ, അല്ലാതെ കറുപ്പിക്കൽ ഹറാമാണ്. മൈലാഞ്ചി ഇട്ട് ചുവപ്പിക്കൽ സുന്നത്താണ്. അപ്പൊ ഹറാമ് ചെയ്യാതിരിക്കട്ടോ, ഹലാല് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സുന്നത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പൊ മീലാഞ്ചിട്ട് ചുവപ്പിക്കാൻ മാറ്റത്, മീലാഞ്ചിട്ട് ചുവപ്പിക്കൽ സുന്നത്തും മറ്റത് കറുപ്പിക്കൽ ഹറാമുമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വുളുവിനും കുളിക്കും തടസ്സം വരാത്ത വിധത്തിൽ മുടി കറുപ്പിക്കൽ ഭർത്താവിന്റെ അനുമതിയോടെ സ്ത്രീകൾക്ക് അനുവദനീയമാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരുടെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.